എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഉം. അപ്പോൾ ഇന്നലെ നമുക്ക് ന്യൂ മൂൺ ആയിരുന്നു. ന്യൂ മൂണിൻ്റെ കൂടെ തന്നെ സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്താണ് ചിന്തിച്ച് കൂട്ടിയത്? കാരണം ന്യൂ മൂണൊക്കെ വരുമ്പോഴത്തേക്കും ചിന്തകളും ഇമോഷൻസും ഒക്കെ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസിൽ പോവും. കുറച്ച് കൂടുതൽ ചിന്തകൾ വരും, കൂടുതൽ ഇൻസെക്യൂരിറ്റീസ് വരും, കൂടുതൽ ഇമോഷൻസ് വർക്കാവും. അപ്പോൾ എന്തായിരുന്നു അവരുടെ മനസ്സിൽ ഇന്നലെ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നു കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. ന്യൂട്രലായിട്ട് മാത്രം ഇതിൻ്റെ റിസൾട്ടിനെ കാണുക കേട്ടോ. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്ട് സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ നമുക്ക്? പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ലൈവ് വരാമേ. വീട്ടിൽ വീണ്ടും ചില അത്യാവശ്യങ്ങൾ വന്നതുകൊണ്ട് ഒരു ഡിലേ വരുന്നതാണ്. ഇരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇടയിൽ ഓടി വന്ന് റെക്കോർഡ് ചെയ്തിട്ട് പോവാണ്. എപ്പോഴും എന്താ പറയുക, റീസൺസ് പറയുന്നില്ല. എന്താ ഇത് എന്ന് തോന്നും കേൾക്കുന്നവർക്ക്. അതുകൊണ്ട് ചില തടസ്സങ്ങളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടോ. ലൈവ് വരാൻ സാധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വരുന്നതാണ്. ചില മാസങ്ങൾ അങ്ങനെയാണ്, കുറേ തടസ്സങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഒബ്സ്റ്റേക്കിൾസ് ആണ്. ഓക്കെ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നു. ഇന്നലെ രാത്രിയിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ചിന്തിച്ചത് എന്നൊന്ന് പറഞ്ഞു തരണേ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നലെ രാത്രിയിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ചിന്തിച്ചത് എന്ന് പറഞ്ഞു തരൂ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എടുക്കണേ. ജഡ്ജ്മെൻറ്റ്. സൺ കണ്ടത് സണ്ണാണ്, അതുകൊണ്ട് അത് എടുത്തു. 10 of Swords, 6 of Pentacles, Queen of Pentacles, Fool, Page of Pentacles, 4 of Cups, സ്റ്റാർ വരാത്ത ഒരു തോട്ടോ ഒരു ഇതോ ഒന്നുമില്ല അല്ലേ. Queen of Wands, Lovers, മൂൺ വരും. കാരണം ഇന്നലെ ന്യൂ മൂൺ ആയതുകൊണ്ട് എല്ലാവരുടെയും മൂഡ് കുറച്ചൊരു ഡൗൺ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 8 of Wands. 8 of Wandsന്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഡെവിൾ ആയിരുന്നു കേട്ടോ. കാരണം കണ്ടിന്യൂസ് തോട്ട്സ് എന്നുള്ള രീതിയിൽ. ജഡ്ജ്മെന്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ ന്യൂ മൂൺ ആയതുകൊണ്ട് അവർ മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം, രണ്ടിൽ ഒരാൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നു. ഓക്കെ. പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എസ്പെഷ്യലി സൂര്യഗ്രഹണം അനൗൺസ് ചെയ്തിരുന്നത് കൊണ്ട് പലരും തന്നെ ഇന്നലെ നാമമൊക്കെ ചൊല്ലിയിരുന്നതാണ്. അതുകൊണ്ടും കൂടിയായിട്ടായിരിക്കാം പ്രാർത്ഥന ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എത്രത്തോളം വെളിച്ചം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതം ഇരുട്ടാണെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ സൂര്യൻ എന്ന് പറഞ്ഞതുപോലെ. അവർ ചില സന്ദർഭങ്ങളിൽ പെട്ടിട്ടുണ്ടല്ലോ, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന് കാണും. ആ സമയത്ത് നിങ്ങൾ ആണ് അവരെ ആ ഒരു ഇതിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ ആ വിഷമത്തിൽ നിന്നും കൈപിടിച്ച് പുറത്ത് കൊണ്ടുവന്നത്, അവരെ നേർവഴിക്ക് നയിച്ചതൊക്കെ നിങ്ങളായിരിക്കും. അതൊന്നും അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക് മുഖത്തൊരു സ്മൈല് വരും, ഭയങ്കര ഹാപ്പിനെസ് തോന്നും, ഭയങ്കര സന്തോഷം തോന്നും. നിങ്ങളുടെ മുഖം ഓർക്കുന്നത് തന്നെ അവർക്കൊരു പോസിറ്റിവിറ്റിയാണ്. എന്നാൽ ഇവരെന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നിങ്ങളെ ഓർത്തിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. രാവിലെ ജോലിക്ക് പോകുമ്പോഴും നിങ്ങളുടെ മുഖം ഓർത്തിട്ടായിരിക്കും ഇവർ ഇറങ്ങുന്നുണ്ടാവുക. ഓക്കെ. അത്രയ്ക്ക് പോസിറ്റീവായിട്ടൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് ആണ്. കാരണം ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ.
സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ജോലി സംബന്ധമായിട്ടാണ്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവിടെ. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലും ചിലപ്പോൾ സാമ്പത്തിക കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ പൈസ കൊടുത്ത് എന്തെങ്കിലും സർവീസ് അവരുടെ നിന്ന് എടുക്കുക, ലൈക്ക് ഒരു ഷോപ്പ് നടത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വേറെന്താണ് ബാങ്കിലുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളോ അവരോ. അതേപോലെ അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ല അവരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ തുടങ്ങിയ ബന്ധമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ അവർക്ക് സഹായം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെ ഫൈനാൻഷ്യൽ കൈമാറ്റം, പൈസ കൈമാറ്റം, കൊടുക്കൽ വാങ്ങൽ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നയൻ ഓഫ് കപ്സ്. അതായത് നിങ്ങൾ എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്ത് ശീലിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ്. നിങ്ങൾക്ക് നല്ല ജോലിയിൽ ഉള്ള ആളായിരിക്കും, സ്വയം സമ്പാദിക്കുന്ന വ്യക്തിയായിരിക്കും. ആ ജോലി വളരെ പ്രാഗൽഭ്യത്തോടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളെ പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ അവർക്ക് തോന്നും, ഇതുപോലെ ആയിരുന്നു എൻ്റെ പാർട്ട്ണറെങ്കിൽ എത്ര നന്നായിരുന്നു, ഇതുപോലെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയാൽ ജീവിതം എത്ര നല്ലതായിരിക്കുമെന്ന് നമുക്ക് തോന്നില്ലേ, അതുപോലൊരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്കും തോന്നാറുണ്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് പോലെയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുമായിട്ട് കുറച്ച് എന്താ പറയുക, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് സംസാരിക്കണം, കുറച്ച് ജോളി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടെ പുറത്ത് പോകണം. നമ്മളങ്ങനെ ഒരു കോഫി ഷോപ്പിൽ പോകണം, ഒരു ഷോപ്പിങ്ങിന് പോകണം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കില്ലേ. കുറച്ച് സമയം നിങ്ങളുടേത് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാൻ പറ്റണം, തമാശകൾ പറയണം, ചിരിക്കണം, അങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്, ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും അല്ലാതെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു ലോകത്തിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇമാജിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ അടുത്തിരിക്കുന്നത്, സംസാരിക്കുന്നത്, നിങ്ങൾ ഒരു സിനിമയ്ക്ക് പോകുന്നത്, കാപ്പി കുടിക്കുന്നത്, അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ പിക്ചേഴ്സ് ആയിരിക്കാം, പിക്ചേഴ്സ് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ പഴയ മെസ്സേജസ് എടുത്ത് നോക്കുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, ഇവർ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുന്നു. 4 ഓഫ് കപ്സ് വെച്ചിട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ, നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. അതിപ്പോൾ എല്ലാ ലവേഴ്സും ആലോചിക്കുന്ന കാര്യമാണല്ലേ, നിങ്ങൾ അടുത്തില്ലാതിരിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഫീലിംഗ് ഏതൊരു ലവറിനും വരുമല്ലോ. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. വല്ലാത്ത മിസ്സിങ് എനർജിയിൽ നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് കാണുന്നത്. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഭയങ്കര എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർക്ക് നിങ്ങളെ എന്ത് കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഇവർ ഫേസ് ചെയ്താൽ ഉടനെ ഓടി നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരിക. ഓക്കെ, നിങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് ആദ്യം വിളിക്കുന്നത് നിങ്ങളായിരിക്കില്ല, ഓടി നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക. ഓക്കെ, അത്രയും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് അവർ ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെപ്പറ്റി. നിങ്ങളുടെ പിക്ചേഴ്സ് എന്തെങ്കിലും കണ്ടിരിക്കാം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു പാർട്ട്ണറുടെ അടുത്ത് നമുക്കൊരു അട്രാക്ഷനും സ്നേഹവും എല്ലാം തോന്നുമല്ലോ. അതുപോലെ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ലവിങ് ആയിട്ട് നിങ്ങളെ നോക്കുന്നതായിട്ട് ആണ് കാണുന്നത് കേട്ടോ. ഭയങ്കര സ്നേഹത്തോടെ നിങ്ങളുടെ പിക്ചർ നോക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയുമായിരിക്കാം. നിങ്ങളുടെ മുഖം ഇമാജിൻ ചെയ്ത് അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും ആയിരിക്കാം. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് ഭയങ്കര സ്നേഹമായിട്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നത് കേട്ടോ. അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു നിങ്ങളായിട്ട് തീർച്ചയായിട്ടും എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അല്ലാതെ ഇത്രയും ഒരു സ്നേഹം ഒരാളുടെ അടുത്ത് തോന്നുമോ അത്ര പെട്ടെന്ന്? അത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഒന്നിച്ച് നമ്മൾ വീണ്ടും വന്നതാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. മൂൺ വെച്ചിട്ട് വീണ്ടും ഒരു മിസ്സിങ് എനർജി തന്നെയാണ്.
8 ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ഗിവ് മീ സം മോർ തോട്ട്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു അവരെക്കുറിച്ച് ഇന്നലെ രാത്രി? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് അവരുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചിരുന്നതെന്ന് പറഞ്ഞു തരൂ. ഉറക്കമൊന്നും ഇല്ല, ഫുൾ രാത്രി എണീറ്റിരുന്ന് ആലോചന തന്നെയാണ്. ലേറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ റിയലി ലേറ്റ് തന്നെയാണ്. ഓക്കെ, വളരെ ലേറ്റ് ആയിട്ടിരുന്ന് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്ത് സിറ്റുവേഷൻ ആയാലും അതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു നല്ല കാലം വരും, ഒരുമിച്ച് ഒരു നല്ല കാലം വരും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും അല്ല, 2 വീട്ടിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുക. അവിടെ നിന്ന് ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എത്രയും വേഗം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ഓഫ് വോൺസ് ഞാൻ പറഞ്ഞില്ലേ, സ്പീഡി ആക്ഷൻ തന്നെയാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി യാതൊരു ആക്ഷനും അവർ എടുക്കാതിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ വന്ന് കാണണം എന്നുള്ള ആഗ്രഹം വളരെ പ്രബലമായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മിക്കവാറും അതിനെ പറ്റിയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസ് ആവട്ടെ അല്ലായിരിക്കട്ടെ, 2 സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലായിട്ട് കാണുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും വരുന്നവിടെ അവർ നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവരുടെ ലൈഫിൽ കാണുന്നത് കേട്ടോ. നിങ്ങളെപ്പോലെ ഒരു പാർട്ട്ണർ ആണ് അവർക്ക് വേണ്ടത് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ട്. പലർക്കും ഈ പറഞ്ഞ പോലെ ഒരു സ്പീഡി ആക്ഷൻ എന്ന് ഞാൻ പറഞ്ഞവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഇത്ര കാലം ഒരു തീരുമാനം എടുക്കാതെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ ഡിഫറൻസസ്, സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഡിഫറൻസ്, വീട്ടുകാരുടെ സമ്മതമില്ലായ്മ, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അതിലവർ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സിറ്റുവേഷൻസ് മാറി വരുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിനെ കുറിച്ചൊരു വ്യക്തത കിട്ടുന്നതായിട്ടും കാണുന്നു. ഓക്കെ, അവർ തീർച്ചയായും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരുന്നതിനെ പറ്റി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് കണ്ടോ, അതിൻ്റെ ഒരു കൺഫർമേഷൻ ആണത്. കാരണം അവർക്ക് അവരുടെ സ്നേഹം ഇനി ഒളിച്ചു വെക്കാൻ വയ്യ. കാരണം അത്രയ്ക്ക് മനസ്സ് നിറഞ്ഞിട്ടാണ് അവരിയ്ക്കുന്നത്. നിങ്ങളുടെ സ്നേഹം ഇനി കണ്ടില്ല എന്ന് വെക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ അവിടെ പറയുന്നത് കേട്ടോ. അവർ ചിന്തിക്കണ്ടായിരുന്നു, ഇങ്ങനെ ഒരാളെ എങ്ങനെ ഞാൻ വേണ്ടാന്ന് വെക്കും, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് പോലും എനിക്ക് തോന്നുന്ന ആ വ്യക്തിയെ ഞാൻ ഇനി എങ്ങനെ കണ്ടില്ല വെക്കും, എങ്ങനെ വേണ്ടാന്ന് വെക്കും എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചിരുന്നത് കേട്ടോ. പറഞ്ഞില്ലേ, തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ള് അവർ നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ച് തുടർച്ചയായിട്ട് ഇമാജിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളടുത്തിരിക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെയെല്ലാം ഇൻറ്റിമേറ്റ് ആയിട്ട് പെരുമാറുന്നത് എല്ലാം തന്നെ അവർ ഇമാജിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മാഗ്നറ്റിക് പുള്ള് അവർ നിങ്ങൾക്ക് നേരെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 4 ഓഫ് വോൺസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കമ്മിറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇന്നലെ രാത്രി എസ്പെഷ്യലി ന്യൂ മൂൺ വരുന്ന അവിടെ ഇങ്ങനെ ചിന്തകൾ കിടന്ന് കാട് കയറും. ന്യൂ മൂണും അതിൻ്റെ കൂട്ടത്തിൽ ഗ്രഹണവും കൂടെ ആയിരുന്നു. രണ്ടും കൂടെ ആയപ്പോൾ ഭയങ്കര ഒട്ടും ഉറങ്ങാൻ വയ്യാത്ത രീതിയിൽ, നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിൽ അവർ ഉറങ്ങാതിരിക്കുകയായിരുന്നു, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് വോൺസ് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അവർ ഒരു കോൾ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള ഒരു കോള് അവരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കണം, ഈ സ്നേഹം ഇനി കാണാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ
പ്രാർത്ഥിച്ചിരുന്നു എന്നും കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. ലാസ്റ്റ് കാർഡ്, ഗിവ് മീ വൺ ലാസ്റ്റ് കാർഡ് ഡിവൈൻ. ടു ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നൊക്കെ തന്നെ അവരാലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങൾ എന്നും അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയായിരുന്നു അവർ ആലോചിച്ചുകൊണ്ടിരുന്ന. റീയൂണിയനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആയെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഇന്ന് ഞാൻ മെസ്സേജസ് എടുക്കുന്നില്ല, നമുക്ക് ഇത്രയും മതി. ഓക്കെ, ആൽഫബറ്റ് റീഡിങ് ചെയ്തിട്ട് ഒരുപാട് നാളായി. എനിക്കറിയാം, സമയം കിട്ടാത്തത് കൊണ്ടാണ്. ആൽഫബറ്റ് റീഡിങ്ങിന് കുറേ അധികം സമയം ഇരിക്കണം, അതുകൊണ്ടാണ് മടിക്കുന്നത് ചെയ്യാൻ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൽഫബറ്റ് റീഡിങ് ഒന്ന് ചെയ്യാവോ എന്ന്. ഞാൻ ചെയ്യാം കേട്ടോ, മറന്നിട്ടില്ല, ചെയ്യാം എത്രയും വേഗം. വേറെ എന്തെങ്കിലും ടോപ്പിക്സ്, പേഴ്സണൽ റീഡിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ജനറൽ റീഡിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടോളൂ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. എൻ്റെ പേഴ്സൻ്റെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്, അത് പേഴ്സണൽ റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആയിട്ട് വരില്ല. ഓക്കെ, വേറൊന്നുമില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണം കേട്ടോ. അതേപോലെ വേറെന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.